ഹലോ മുത്തമണ്ണീസ് 2-3 ദിവസം മുമ്പ് വെച്ചൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ പാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ട്രെൻഡിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് വന്നിട്ടുള്ള പാത്രമായിരുന്നു കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു അൺബോക്സിങ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാത്രത്തിലാണ് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. നമ്മൾ അടുപ്പ് ഓപ്പൺ ചെയ്തിട്ട് കറി വെക്കാനുള്ള പാത്രം വെച്ചിട്ട് നമ്മൾ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒലീവ് ഓയിൽ ആയതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നത് മാത്രം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഫോം ഉണ്ടല്ലോ, അതും കഴിഞ്ഞൊരു ഗോൾഡൻ ബ്രൗണിലേക്ക് കയറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് അത്ര വലിയ വശമുണ്ടോ അതിനൊന്നും എനിക്കറിയാത്തതുകൊണ്ട് തന്നെ ഞാനത് ഇട്ട് കൊടുക്കാറുമില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ ഓർമ്മ വരുമ്പോൾ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അതും പച്ചമുളക് കയറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് വേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ. പക്ഷേ ഞാനത് എപ്പോഴും വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ മറക്കും, അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. ടൊമാറ്റോ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അടച്ച് വെച്ച് വേണമെങ്കിൽ 2 മിനിറ്റ് വേവിച്ചാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ അതിൻ്റെ മുകളിലോട്ട് നികത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും എന്തായാലും വെന്ത് വരുമ്പോഴത്തേക്ക്. എന്നാലും ഞാനൊരു ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 തവണ നമുക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ കിച്ചണിൽ എപ്പോഴും ഇങ്ങനെ കയറുണ്ടല്ലോ, കിച്ചൺ 2-3 ടീം യൂസ് ചെയ്യുന്നില്ല, ആർക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ എന്ന് കരുതി കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും പുതിനായിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങളും കിച്ചൺ ക്ലീൻ ആക്കേണ്ട ഭാഗങ്ങളും അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സാധനങ്ങളും കട്ട് ചെയ്തിട്ടുള്ള കത്തിയും കട്ടിംഗ് ബോർഡും സ്പൂണും കയ്യിലും പാത്രങ്ങളും എല്ലാം എടുത്തിട്ട് വൃത്തിയാക്കി വെക്കാട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം കേട്ടോ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു വെറുപ്പോ മടുപ്പോ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയും അതുപോലെ തന്നെ ഭാര്യമാരൊക്കെ ചെയ്യുന്ന പണികളാണല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതൊരു മടിയായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും വന്നിട്ട് ഞാൻ ഉപ്പും മുളകൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ, ഒരു കറിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വെക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇനി നമ്മൾ കറി ഓഫാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി, മേലക്കായും പട്ടായും കരയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ മല്ലിയിലും പുതിനയിലും ഇട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഓരോ ഭാഗവും നമ്മൾ ഉപയോഗിച്ച ഭാഗം നമ്മൾ തന്നെ ക്ലീൻ ആക്കി എടുക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് ഭാരമാവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അതിനെ സാക്രിഫൈസ് ചെയ്യാനൊന്നും പറയണ്ട, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.